ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മാഷ് തിരികെ വീട്ടിലെത്തുമ്പോഴും അവിടെ കറണ്ട് വന്നിട്ടില്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നന്ദിനി ആണെങ്കിൽ ചൂടെടുത്തോണ്ട് ഓരോന്ന് പറയുന്നുണ്ട്. KCBയിൽ പോയില്ലേ വിനയേട്ടാ? പോയി, നാളെ വരാനാ പറഞ്ഞത്. സെക്ഷനിൽ ആളുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് വരുമ്പോ ഇവര് എഴുന്നേറ്റ് നിൽക്കും. വേണ്ട, കഴിക്കുമ്പോൾ ദേവേന്ദ്രൻ വന്നാൽ പോലും എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പറഞ്ഞ മാഷ് പോകാൻ തുടങ്ങുമ്പോൾ വിനായകൻ പറയും, ഞാൻ KCBയിലേക്ക് ചെന്നിരുന്നു വെച്ചാ നാളെ ഇനി കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്തിനാ വെളിച്ചം, എല്ലാം ഇരുട്ടത്തായില്ലേ എന്ന് പറഞ്ഞ് മാഷ് പോകാൻ നിൽക്കുമ്പോൾ വിഷം പറയും, നമുക്കൊരു കേസ് ഫയൽ ചെയ്താലോ? ഞാൻ വക്കീലിനെ കണ്ടിരുന്നോ? അച്ഛനെ കണ്ടിട്ട് സംസാരിക്കാന്ന് കരുതിയിട്ടാ. മാഷ് പറയും, അതുകൊണ്ടൊന്നും കാര്യമല്ല, ഇത് സഹകരണ ബാങ്കാണ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേറെയാ. പിന്നെ നമ്മളെ അറിയിക്കാതെയാണ് അവരിപ്പോ ജപ്തി നൽകിയിട്ടുള്ളത്. ജപ്തി നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയിക്കുക എന്നുള്ളൊരു ബാധ്യത ഉണ്ടായിരുന്നു. അത് ബാങ്ക് നമ്മളെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു നോട്ടീസും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പൊ വിശ്വം പറയും, അങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടില്ല. കമലയും പറയും, ഇല്ല മാഷെ, അങ്ങനെ ഒരു നോട്ടീസൊന്നും ഇവിടെ എത്തിയിട്ടില്ല. വിശ്വം പറയും, അച്ഛാ, ഇതിന്റെയൊക്കെ പിന്നിലെ ആരുടെയൊക്കെയോ കളി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെതിരെയുള്ള എന്തോ ഒരു നീക്കം. വിക്രമിനെയും വേദയെയും കാണാതാവുക, പിന്നെ കറണ്ടിൽ പോവുക, പിറ്റേ ദിവസം ജപ്തി നോട്ടീസ്, എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരോ ഉണ്ട്. അങ്ങനെ മാഷ് അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് റൂമിലേക്ക് പോവാണേ. പിന്നീട് കാണിക്കുന്നത് കാട്ടിലാണേ. വിക്രമും വേദയും രാത്രിയിലും അവിടെ തന്നെ പെട്ടിരിക്കും. വിക്രം കിടക്കാൻ തുടങ്ങുമ്പോ വേദ പറയും, അതെ, എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. വിക്രം പറയും, അതെ, ഞാനൊന്ന് ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു കിടക്കാൻ തുടങ്ങുമ്പോ വേദ പറയും, ഞാൻ എനിക്ക് പറയാനുള്ളൊന്നും പറയട്ടെ എന്ന് പറഞ്ഞു നിർബന്ധിക്കുമ്പോ വിക്രം, ആ പറഞ്ഞൂട്, പറഞ്ഞു തോൽക്കി. അപ്പൊ വേദ പറയും, ഈ സമയത്ത് വല്ല കാട്ടാനെയോ കടുവയോ വന്ന് എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമില്ല. വിക്രം പറയും, എനിക്ക് വിഷമമുണ്ട്. ശരിക്കും ഫോറസ്റ്റുകാരെ അറിയിക്കണം, ബോഡി നാട്ടിലെത്തിക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം. അയ്യോ, എനിക്ക് ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടാൻ വയ്യ എന്ന് പറഞ്ഞ് കിടക്കുമ്പോ വേദയ്ക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിക്രം അവിടെ കിടക്കും. വേദ പറയും, എങ്കിലേ എനിക്ക് വിഷമമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? വിക്രം പറയും, അറിയണമെന്നില്ല. വേദ പറയും, എനിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി, അതാണ്. ഓ താങ്ക്സ് എന്ന് പറഞ്ഞ് വിക്രം ആ കല്ലിന്റെ മുകളില് തിരിഞ്ഞു കിടക്കുകയാണ്. എന്താണ് ആ സത്യം എന്നറിയോ വിക്രം? വിക്രം പറയും, വേണ്ട, അറിയണ്ട. അപ്പൊ വേദം മനസ്സിൽ പറയും, എന്താണെന്ന് ചോദിച്ചാലും ഞാൻ ആ സത്യം പറയാൻ പോകുന്നില്ല വിക്രം. കാരണം ആ സത്യം വിക്രമിന്റെ മനസ്സാണ്. എന്നോട് വിക്രമിന്റെ മനസ്സിൽ എന്താണെന്നുള്ള സത്യം എന്നും പറഞ്ഞ് വിക്രം കിടക്കുന്നതോ നോക്കിയിരിക്കുകയാണ് വേദയുടെ. വേദ കാട്ടിന്റെ ഉള്ളിലാണെങ്കിലും നല്ല ഹാപ്പിയാ. അതിനുശേഷം പിന്നീട് വേദയുടെ വീട്ടിലെ മുത്തശ്ശിയും അമ്മയും ശ്രീകാന്തും വർഷയും സംസാരിക്കണേ. ശ്രീകാന്ത് വർഷ വിക്രം വേദയെ ഉപദ്രവിച്ചിട്ട് അവിടുന്ന് കടന്നു കളഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പത്മത്തിനങ്ങ് പേടിയാവും. നമുക്കിനി അച്ഛന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവര് ശങ്കറിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം അവതരിപ്പിക്കണേ. വേദയേനെയും വിക്രമിനെയും കാണാനില്ല. ശ്രീകാന്ത് പറയും, വേദയെ അപകടപ്പെടുത്തിയിട്ട് അവൻ ഇവിടുന്ന് മാറി നിൽക്കുകയാണോന്ന് എനിക്കൊരു സംശയം. അപ്പൊ അച്ഛൻ പറയും, നിനക്ക് അവനെ മനസ്സിലായിട്ടില്ല. ഒരു പെൺകുട്ടിക്കെതിരെയും മോശമായ ഒരു കാര്യവും അവൻ ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെതിരെ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് കേൾക്കുന്ന അവരങ്ങ് ഞെട്ടിപ്പോകും. ഇതിനർത്ഥം അവനെ ഞാൻ സ്വീകരിക്കാനും സ്നേഹിക്കാനും തുടങ്ങിയെന്നല്ല, അവനെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയും, പക്ഷേ വേദയെ കാണാനില്ല. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം വിക്രമിനെയും കാണാനില്ല. ഇത് കേൾക്കുന്ന ശങ്കരനൊന്ന് ഞെട്ടുന്നുണ്ട്. ശേഷം എന്തോ ആലോചിച്ച് നിൽക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ വിക്രം വേദയും ഇപ്പോഴും കാട്ടിനകത്ത് തന്നെയാണ്. അവരിപ്പോഴും നടന്ന് അവര് നേരത്തെ ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും എത്തണേ. വിക്രം പറയും, ഇതിപ്പോ വട്ടം ചുറ്റി വീണ്ടും ഇവിടെ തന്നെ വരികയാണല്ലോ. വേദ പറയും, ചില കാട് അങ്ങനെയാണേ, നമ്മളെ ചതിക്കും. ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വേദ അവിടെ ഇരിക്കണേ. നീ ഇവിടെ ഇരിക്കേ, എന്തെങ്കിലും പഴോ കായോ കിട്ടുമെന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് വിക്രം പോകാൻ തുടങ്ങുമ്പോ, വേണ്ട, എന്റെ എനർജി മുഴുവൻ പോയി, എനിക്ക് ഒന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോ വിക്രം പറയും, ഇന്നെങ്കിലും നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. വേദ പറയും, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും വിക്രം അപ്പുറത്തെ തേനീച്ചയുടെ തേൻകൂട്ടം കാണുന്നത്. ഇപ്പൊ വരാം, എനർജിക്ക് പറ്റുന്ന നല്ലൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കുഞ്ഞു മരക്കഷ്ണങ്ങളും കമ്പെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ഒരു പന്തം പോലെ ഉണ്ടാക്കി മുഖമൊക്കെ മറച്ച് വിക്രം അതെടുക്കാനായിട്ട് മുകളിലേക്ക് കയറാണേ. വേദ പറയും, വേണ്ട വിക്രം, തേനീച്ച കുത്തിയാലേ അത് ഡേഞ്ചറസാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും കേൾക്കാതെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ആ തേനീച്ചകളെ പറത്തിയിട്ട് ഒരു കഷ്ണം തേനും എടുത്ത് താഴേക്ക് വരിക. എന്നിട്ട് വേദയ്ക്ക് കൊടുക്കും. വേദ അത് നുള്ളി എടുത്ത് കഴിക്കുമ്പോ വിക്രം പറയും, വാ തുറക്ക് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പിഴിഞ്ഞു കൊടുക്കും. വേദ അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറഞ്ഞ് വേദ അതിരുന്ന് കഴിക്കുകയാണ് അവിടെ. ഇതേ സമയം പിന്നീട് നാട്ടിൽ കാണിക്കുന്നത് മാഷ് ബാങ്കിലേക്ക് ചെന്നിരിക്കുക. എന്നിട്ട് ജപ്തിയുടെ കാര്യങ്ങളില് സെക്രട്ടറി കാണണമെന്ന് പറയും. അപ്പൊ ജോർജ് എന്ന് പറയുന്ന ഒരാൾ പറയും, മാഷ അകത്തേക്ക് ചെല്ലേ, സെക്രട്ടറി അകത്തുണ്ട്. അങ്ങനെ മാഷ അകത്ത് തന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് മാഷോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. മാഷ് പറയും, എനിക്ക് നോട്ടീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല,
അപ്പോൾ അവർ പറയും ആര് പറഞ്ഞു അയച്ചിട്ടില്ലെന്ന്. 6 മാസത്തിനിടയിൽ 4 പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടുണ്ട്, നിങ്ങളത് കൈപ്പറ്റിയതിന് രേഖയുണ്ട് എന്ന് പറഞ്ഞ് പ്യൂണിനെ വിളിച്ച് ആ ഫയൽ എടുപ്പിച്ചിട്ട് ആ രേഖ എല്ലാം കാണിച്ചു കൊടുക്കണേ. ദാ മാഷ് നോക്ക്, നിങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ട്, ലാസ്റ്റ് അയച്ചത് കൈപ്പറ്റിയതിനുള്ള തെളിവാണിത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ മാഷ് നിരാശയോടെ നിൽക്കണേ. മാഷ് ചെന്നാട്ടെ, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് മാഷ് അവിടെ നിന്ന് ഇറക്കി വിടുക. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്തെ ജോർജ് വന്നിട്ട് പറയും, മാഷേ ഇത് ആ വാസവൻ MLA മാഷിന് വെച്ച കെണിയാ. വിക്രം അയാളുടെ മകനെ തല്ലിയതിനുള്ള പ്രതികാരം തീർക്കണേ. ഇനി ഇതിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, ആ ശ്രീകാര്യം ശ്രീനിവാസനെ ചെന്ന് കാണണം. മകനോട് പറഞ്ഞാൽ മതി. MLA ഇവിടുത്തെ വലിയ ആളാണെങ്കിലും ശ്രീകാര്യം ശ്രീനിവാസൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് തടയാൻ പറ്റും. അങ്ങനെ മാഷ് അവിടെ നിന്ന് ഇറങ്ങാം. ഇതേ സമയം കാട്ടിലെ വേദയും വിക്രമും ഇപ്പോൾ വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വഴി അന്വേഷിച്ചിട്ട് വേദയ്ക്ക് ഇപ്പോൾ കുറച്ച് എനർജി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ നടക്കുക. അപ്പോഴായിരിക്കും ഒരു വണ്ടിയുടെ ഓണടി കേൾക്കുന്നത്. വിക്രം നോക്ക്, ഒരു വണ്ടി. ഇത് കാണുന്നതും വിക്രം വേഗം വണ്ടിയുടെ പിന്നാലെ ഓടും. എന്നിട്ട് മുന്നിൽ വന്ന് അങ്ങ് നിൽക്കണേ. എന്നിട്ട് വയ്ക്കും, ഞങ്ങൾക്ക് ഒരു ലിഫ്റ്റ് തരുമോ, അടുത്ത സിറ്റിയിലൊന്ന് ഇറക്കി വിട്ടാൽ മതി. അതെടുക്കുമ്പോൾ അയാളും കയറിക്കോ എന്ന് പറയണേ. അങ്ങനെ വിക്രമും വേദയെ വിളിക്കും. വേദ സന്തോഷത്തോടു കൂടെ വണ്ടിയിലേക്ക് ഇങ്ങനെ കയറാൻ വരുന്നത് കാണിച്ചാൽ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിലുള്ളത് അങ്ങനെ കാട്ടിൽ നിന്നും കാടിറങ്ങി നാട്ടിലേക്ക് പോവാ. ഇതേ സമയം വണ്ടിയിലിരുന്ന ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയെന്നൊക്കെ. അത് പിന്നെ ഞാനും ഇവളും കൂടെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാ, പക്ഷേ ഇതിനകത്ത് പെട്ടുപോയി അല്ലേ എന്ന് നോക്കിയപ്പോൾ വേദ ആഹാ അതെ എന്ന് പറഞ്ഞ തലയാട്ടാ. വിക്രം അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് വേദയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. വേദ വിക്രമിനോടുള്ള ഒപ്പം ഉണ്ടായിരുന്ന ആ ദിവസങ്ങളൊക്കെ നല്ല ആസ്വദിച്ചാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിക്രമിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ആ സൈഡ് സീറ്റിലിരിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിലെ അവസ്ഥയൊന്നും അവരറിഞ്ഞിട്ടുമില്ല. അവിടേക്ക് ആ വാസ്തവൻ MLA വരികയാണ്. എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറിയിരിക്കും. ഇവരാകെ പേടിക്കും. വിനയം പറയും, എന്തായാലും അയാൾ വന്നില്ലേ, അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അയാളെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് സംസാരിക്കുന്നത്. മാഷിൻ്റെ തോളിൽ കൈവയ്ക്കുന്നുണ്ട്. മാഷ് പറയും, ഞങ്ങളെങ്ങനെ പച്ചയ്ക്ക് കൊല്ലുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും അതിനെയും അയാൾ ദേഷ്യത്തിലുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞാൽ വിഷം പറയും, വേദയുടെയും വിക്രമിൻ്റെയും കാര്യം ഇനി. വിനായകൻ പറയും, എന്തറിയാനാ, അവരെ നേരിട്ട് കൈ കിട്ടിയ അവരുടെ കാര്യം തീർന്നു തന്നെ. ഇത് അമ്മയുടെ മുന്നിൽ നിന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന കമല ഒന്നുകൂടെ സങ്കടത്തോടു കൂടെ ആകെ പേടിച്ചിങ്ങനെ കരയുന്നത് കാണിച്ചാൽ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്